നമസ്കാരം, ഞാൻ രേഷ്മ. ഒരാഴ്ച വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ടീംസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സന്ദേശ ഇന്റർ ക്ലാസ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ശ്രീമതി ബീന ടീച്ചർ ഫസ്റ്റ് കിക്ക് നടത്തി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വിജയികളായ 10C വിദ്യാർത്ഥികൾക്ക് HM-ഉം PT പ്രസിഡന്റ് പ്രമോദ് സാറും ചേർന്ന് ട്രോഫി നൽകി. ബെസ്റ്റ് പ്ലെയർ ആയി 10Cയിലെ അല്ലു തിരഞ്ഞെടുക്കപ്പെട്ടു. കഠിനാധ്വാനത്തിന്റെയും തുടർന്നുണ്ടാകുന്ന വിജയത്തിന്റെയും ലഹരി പകർന്നു തരാൻ ഒരു ലഹരി വസ്തുക്കൾക്കുമാകില്ലെന്ന് ടൂർണമെന്റ് കോർഡിനേറ്ററും ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനുമായ ശ്രീജിത്ത് സാർ അഭിപ്രായപ്പെട്ടു. റണ്ണറപ്പായ 10A ക്ലാസുകാരുടെ വിജയികളോട് കാണിച്ച മനോഭാവം അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂലൈ 21 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിച്ചു. ശ്രീലേഖ ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആനി ടീച്ചർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും സുജ ടീച്ചർ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. കുട്ടികൾ തയ്യാറാക്കിയ വാട്ടർ റോക്കറ്റിന്റെ വിക്ഷേപണത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. മാതൃകാ റോക്കറ്റുകൾ, പോസ്റ്ററുകൾ എന്നിവ പ്രദർശിപ്പിക്കുകയും കുട്ടിക്കവിത, നൃത്താവിഷ്കാരം, സ്കിറ്റ്, ക്വിസ് എന്നിവ നടത്തുകയും ചെയ്തു. കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ M. മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നടന്നു. SRG കൺവീനർ സുജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ലിറ്റിൽ കൈറ്റ് മാസ്റ്റർ നിഷ ടീച്ചർ, മലയാള അധ്യാപകരായ ആശ ടീച്ചർ, നിഷ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സൂര്യ സ്വാഗതവും അന്ന നന്ദിയും രേഖപ്പെടുത്തി. ശ്രീനന്ദന, അന്ന, റൈഹാന ഫാത്തിമ, ഋതിക, അക്സ എന്നിവർ പ്രബന്ധ അവതരണം നടത്തി. വൈഗ R. ബിജു മോഡറേറ്ററുടെ ചുമതല നിർവഹിച്ചു. ഇന്റഗ്രേറ്റ് ആയുഷ് മെഡിക്കൽ യൂണിറ്റിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ക്വിസ് പ്രോഗ്രാമും നടന്നു. 29 കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ 8Bയിലെ രാംചന്ദ് 1ാം സ്ഥാനവും നേടി. ഔഷധ സസ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് യൂണിറ്റ് സന്ദർശനം പ്രയോജനപ്പെട്ടതായി പാർവതി ടീച്ചർ അഭിപ്രായപ്പെട്ടു. 10ാം ക്ലാസ് ഒഴികെയുള്ള ക്ലാസുകളിലെ PT മീറ്റിംഗ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സ്കൂളിൽ വെച്ച് നടന്നു. കുട്ടികളുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്കായി അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് ചർച്ച സംഘടിപ്പിച്ചു. 1ാം യൂണിറ്റ് ടെസ്റ്റിന്റെ ഫലം വിലയിരുത്തലും നടന്നു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.